ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് നമ്മളിപ്പോൾ 9ാം ക്ലാസ്സിലെ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. 9ാം ക്ലാസ്സിലെ ഇത് ഏതാണ്? 8ാമത്തെ ചാപ്റ്റർ ആണ്. അതായത് നമ്മൾ എടുക്കുന്നതിൽ എത്രാമത്തെയാണ്? 5ാമത്തെ ചാപ്റ്റർ ആണ്. നമ്മൾ ഓൾറെഡി എന്തൊക്കെ എടുത്തു? ഇന്ത്യയുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഉത്തര പർവ്വത മേഖല കഴിഞ്ഞു, അതിന് താഴെയുള്ള ഉത്തര മഹാസമതലം കഴിഞ്ഞു, ഉപദ്വീപീയ പീഠഭൂമി കഴിഞ്ഞു, പിന്നെ എന്താണ്? മരുഭൂമികളും കഴിഞ്ഞു. ഇനി എന്താണ് 5ാമത്തെ ക്ലാസ് എന്ന് പറയുന്നത്? തീരങ്ങളിലൂടെ, നമ്മുടെ സമുദ്ര തീരങ്ങളെ പറ്റി പഠിക്കാനുള്ളതാണ്. അപ്പൊ ഇതിൽ 8ാമത്തെ ചാപ്റ്റർ, അതിന്റെ ഇടക്ക് വരുന്ന 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കവർ ചെയ്യാം. ഇതെന്ന് പറയുന്നത് കറക്റ്റ് 5 എണ്ണത്തിന്റെയും നമുക്ക് ആ ഒരു ഓർഡറിൽ പഠിക്കേണ്ടത് കൊണ്ടാണ് ഈ ചാപ്റ്റേഴ്സ് ആദ്യം കയറിയെടുത്തത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കറിയാം എത്രമാത്രം ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. നമുക്ക് പതുക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ SCERT കണ്ടന്റും കൂടി നമുക്ക് പറഞ്ഞു പോകാം. അപ്പം നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ്? തീരങ്ങളിലൂടെ, സമുദ്ര തീരമാണ് പറയുന്നത്. ഇതിൻ്റെ ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും അതേപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലും കൂടി ഇട്ടിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് കണ്ട് നോട്ട് ഉണ്ടാക്കി വേണം പഠിക്കാൻ. നോട്ട് ഉണ്ടാക്കി ജസ്റ്റ് നിങ്ങളുടേതായ ഓരോ പോയിന്റ് ആയിട്ടാണെങ്കിലും നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് പിന്നീട് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക? നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം തന്നിരിക്കുന്നത് ജസ്റ്റ് ഒരു എല്ലാ ചാപ്റ്ററിലെയും പോലെ തന്നെ എന്താണ്, ഏതോ ഒരു ബുക്കിന്റെ കുറച്ച് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ വാസ്കോഡ ഗാമയുടെ യാത്രയെ പറ്റിയും ഒക്കെയാണ് പറയുന്നത്. വായിച്ചു നോക്കാതെ. രാത്രി മുഴുവൻ പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നതിന് ശേഷം അടുത്ത ദിവസം കപ്പിത്താൻ വീണ്ടും കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചു. എന്നാൽ പശ്ചിമഘട്ട മലനിരകൾ മേഘങ്ങളാൽ പൊതിഞ്ഞിരുന്നു. കനത്ത മഴയുണ്ടായിരുന്നു. അതിനാൽ നാവികർക്ക് പ്രദേശം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും പിറ്റേ ദിവസം മെയ് 20, എന്താണ് നമ്മൾ മെയ് 20 1498 മെയ് 20 നമ്മൾ പഠിക്കുന്നതാണ്. ഫോർമോസ കുന്നുകൾ കടന്നപ്പോൾ മുതൽക്കേ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിന് പിന്നിലായി ഒരു മതില് പോലെ ഉയർന്നു കാണപ്പെട്ടിരുന്ന പർവ്വതങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. ഒടുവിൽ അന്നേ ദിവസം വൈകുന്നേരം ഗാമയുടെ ആ ചെറുകൂട്ടം പായ്ക്കപ്പലുകൾ കാപ്പാട് എന്ന കുഞ്ഞു പട്ടണത്തിന്റെ തീരത്ത് നിന്നും ഏകദേശം 5 മൈലുകൾ മാറി നങ്കൂരമിട്ടു. ഗാമയും കൂട്ടരും കാണാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും 7 മൈലുകൾ വടക്ക് മാറിയാണ് ഈ ചെറുപട്ടണം സ്ഥിതി ചെയ്യുന്നത്. താമസിയാതെ ഗാമ ആ നഗരത്തിന് തൊട്ടുമുന്നിലായി നങ്കൂരമിട്ട് നിലയുറപ്പിച്ചു. എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ മെയ് 27 സാമൂതിരിയുടെ നാവികൻ അദ്ദേഹത്തെ പന്തലായനിയിലേക്ക് നയിച്ചു. അങ്ങനെ ഏകദേശം 13 മൈലുകൾ വടക്കുമാറി ഗാമ പന്തലായനിയിൽ നങ്കൂരമുറപ്പിച്ചു. തുടർന്ന് ആഗസ്റ്റ് 23 വരെ 88 ദിവസത്തോളം അവർ അവിടെ തങ്ങി. ആഗസ്റ്റ് 23 ഗാമയും കൂട്ടരും ഒരിക്കൽ കൂടി തങ്ങളുടെ സ്ഥലം മാറ്റി. കോഴിക്കോട് തുറമുഖത്ത് നിന്ന് ഏകദേശം 12 മൈലുകൾ മാറി കാറ്റിന്റെ ശല്യമില്ലാത്ത മറ്റൊരു ഭാഗത്തായി നിലയുറപ്പിച്ചു. ആ സമയം മുതൽ ഒടുവിൽ തിരികെ പോകുന്ന ദിവസമായ ആഗസ്റ്റ് 30-ാം തീയതി ഉച്ചവരെ വാസ്കോഡ ഗാമ കോഴിക്കോട് നഗരത്തിലൂടെ ചുറ്റി നടന്ന കാഴ്ചകൾ കണ്ടും അന്തരീക്ഷ സ്ഥിതിക്കനുസരിച്ച് പുറംകടലിൽ നങ്കൂരമിട്ട് കിടന്നും തീരത്തടുത്തും സാമൂതിരിയുമായി ബന്ധം സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത കണക്കിലെടുത്ത ഇടയ്ക്കിടെ സാമൂതിരിയെ സന്ദർശിച്ചും സമയം ചെലവഴിച്ചു. ആഗസ്റ്റ് 30 ഉച്ചയ്ക്ക് ശേഷം തീരത്തിന് സമാന്തരമായ കടൽക്കാറ്റുകളെ ആശ്രയിച്ച് യാത്ര തുടങ്ങിയ ഗാമയുടെ പായ്ക്കപ്പലുകൾ ശക്തിയായി ആഞ്ഞടിച്ച ഒരു ചുഴലിക്കാറ്റ് പുറംകടലിലേക്ക് കൊണ്ടുപോയി. ഇതൊരു പരിഭാഷയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതോ ഇങ്ങനത്തെ കുറേ ബുക്കുകളിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കുറേ നമ്മുടെ ഈ പറയുന്ന ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നത്. സമുദ്രസഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്ന ഏതാണ്? ഹാക്ലൈറ്റ് സൊസൈറ്റി തയ്യാറാക്കിയ ഏതാണ് ബുക്കിന്റെ പേര്? എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന അമൂല്യവും ഏറെ പഴക്കം ചെന്നതുമായ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിന്റെ മലയാള പരിഭാഷയാണ് നമ്മളിപ്പോൾ വായിച്ചത്. വാസ്കോഡ ഗാമയുടെ ഈ യാത്ര യൂറോപ്യന്മാർക്ക് മലബാർ തീരത്തേക്ക് ഒരു സമുദ്രമാർഗം നൽകി. ഇതോടെ കേരളമാകെയും മലബാർ തീരം പ്രത്യേകിച്ചും വലിയ മാറ്റങ്ങൾക്ക് വിധേയമായി. അതിമനോഹരവും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമായ ഈ തീരങ്ങളിലൂടെ യൂറോപ്യന്മാരുടെ കടന്നുവരവോടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എഴുതപ്പെട്ടു. ലക്ഷദ്വീപുകളുടെയും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും തീരങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് ഏകദേശം 7517 കിലോമീറ്റർ നീളത്തിൽ തീരദേശമുണ്ട്. ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഏറെ പ്രാധാന്യമുള്ള തീരദേശങ്ങളിലൂടെയാണ് നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഏകദേശം ഇവർ പറയുന്നത് 7517 കിലോമീറ്റർ ആണ് ഇന്ത്യക്ക് എന്ത് തീരദേശം ഉണ്ടെന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഹാക്ലൈറ്റ് സൊസൈറ്റി തയ്യാറാക്കുന്ന എന്താണ് എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമയിൽ നിന്നുള്ളതാണ് ഈ വിവരണങ്ങൾ. അപ്പോൾ ചോദിക്കാം, എ ജേർണൽ ഓഫ് ദി ഫസ്റ്റ് വോയേജ് ഓഫ് വാസ്കോഡ ഗാമ എന്ന ജേർണൽ തയ്യാറാക്കിയത് ആരാണ്? ഹാക്ലൈറ്റ് സൊസൈറ്റിയാണ്. അല്ലെങ്കിൽ ചോദിക്കാം, സഞ്ചാര രേഖകൾ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുന്നത് എന്താണെന്ന് ചോദിക്കാം. എന്താണ്? ഹാക്ലൈറ്റ് സൊസൈറ്റിയാണ്. 7517 കിലോമീറ്ററോളം തീരദേശമുണ്ടെന്നും പറയുന്നുണ്ട്.
ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ തീരസമതലം ഏറെ ജനനിബിഡമാണ്. ജനവാസത്തിന് അനുയോജ്യമായ ധാരാളം ഘടകങ്ങളാണുള്ളത്. എന്താണ്? സമതലമായ ഭൂപ്രകൃതി, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഈ തീരപ്രദേശങ്ങളിൽ എന്താണ്? നമുക്കറിയാം എന്തുണ്ട്? ഇവിടെ ഒരു പടിഞ്ഞാറൻ തീരസമതലവുമുണ്ട്, ഇവിടെ ഒരു കിഴക്കൻ തീരസമതലവുമുണ്ട്. ഇത് രണ്ടും അല്ല, ഇവിടെ രണ്ടിടത്തും എന്താണ്? അവിടെയൊക്കെ ആൾക്കാർ തിങ്ങി പാർക്കാനുള്ള റീസൺസ് ആണ് പറയുന്നത്. അവിടെ കമ്പാരിറ്റീവ്ലി എന്താണ്? സമതലമാണ്, അനുയോജ്യമായ കാലാവസ്ഥയുണ്ട്, ജലലഭ്യതയുണ്ട്. നോക്കാം നമുക്ക്. ഇന്ത്യയുടെ തീരസമതലം എന്ന് പറയുന്ന പടിഞ്ഞാറൻ തീരസമതലവുമുണ്ട്, എന്താണ്? കിഴക്കൻ തീരസമതലമുണ്ട്. ഈ നടുക്ക് കാണുന്നതാണ് എന്ത്? ഉപദ്വീപീയ പീഠഭൂമി. കണ്ടോ? പടിഞ്ഞാറൻ തീരസമതലം എന്താണ്? താരതമ്യേന വീതി കുറഞ്ഞതാണ്. കിഴക്കൻ തീരസമതലം എന്താണ്? താരതമ്യേന വീതി കൂടുതലുള്ളതാണ്. അടുത്താണ് പടിഞ്ഞാറൻ തീരസമതലം. നോക്കാം നമുക്ക്. ഉപദ്വീപീയ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. കണ്ടോ? ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1840 കിലോമീറ്റർ നീളത്തിൽ കാണപ്പെടുന്ന ഈ തീരപ്രദേശത്തിന്റെ വീതി 10-നും 15-നും കിലോമീറ്ററിൽ. ഇത് ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. അപ്പൊ നമുക്ക് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇവിടെ താഴ്ത്തപ്പെട്ട തീരവുമുണ്ട്, ഉയർത്തപ്പെട്ട തീരവുമുണ്ട്. അതെന്താണെന്ന് അറിയണം. തീരപ്രദേശങ്ങളിൽ ഉദ്ധാനം പോലുള്ള ഭൗമ അപ്ലിഫ്റ്റ്മെന്റ് തീരദേശത്തെ കരഭാഗം ഉയരുകയോ സമുദ്രനിരപ്പ് താഴുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കടൽ പിൻവാങ്ങി രൂപപ്പെട്ട് തീരപ്രദേശങ്ങളെയാണ് ഉയർത്തപ്പെട്ട തീരങ്ങൾ അഥവാ എന്താണ്? എമർജ്ഡ് കോസ്റ്റ് അഥവാ എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ ഉയർത്തപ്പെട്ട തീരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പറയുന്നത്? ഒന്നുകിൽ അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ട് എന്ത് സംഭവിക്കുന്നുണ്ടോ? ഭൗമപ്രദേശത്തിന്റെ കരഭാഗം ഉയർന്നു വരും. അതായത് ഇത്രയും ഭാഗം നല്ല ഹൈറ്റിലായിരിക്കും, ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇവിടെ എന്താണ്? കടലുണ്ടാകും. അപ്പൊ എന്താണ്? ഒന്നുകിൽ കടൽ ഇറങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്താണ്? കര എന്താണ്? ഇങ്ങനെ ഉയർന്നിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ളതിനെയാണ് ഉയർത്തപ്പെട്ട തീരം എന്ന് പറയുന്നത്. അവതലനം പോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തീരപ്രദേശത്തെ കരഭാഗം താഴുകയോ ജലനിരപ്പ് ഉയരുകയോ ചെയ്യുന്നു. ഇതിന്റെ ഫലമായി കരയിലേക്ക് കടൽ കയറി രൂപപ്പെട്ട തീരങ്ങളാണ് താഴ്ത്തപ്പെട്ട തീരങ്ങൾ അഥവാ സബ്മർജ്ഡ് കോസ്റ്റ്. അപ്പൊ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്നത് എന്താണ്? പൊതുവെ ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്, സബ്മർജ്ഡ് കോസ്റ്റ് ആണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ ഇവിടെ ഇങ്ങനെ കരയുണ്ട്, ഇവിടെ വെള്ളമുണ്ട് അല്ലെ. ഒന്നുകിൽ ഇത് ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് ചെറുതായിട്ട് വരും, അല്ലെങ്കിൽ എന്താണ്? വെള്ളം ഉയർന്നു വരുന്നത്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഏകദേശം തിരയും അതായത് കടലും കരയും തമ്മിൽ എന്താണ്? വലിയ വേരിയേഷൻസ് ഉണ്ടാവില്ല. അതിനെയാണ് നമ്മൾ താഴ്ത്തപ്പെട്ട തീരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ എന്തായിട്ടാണ്? പടിഞ്ഞാറൻ തീരസമതലത്തെ ജസ്റ്റ് എന്താ പഠിച്ചു വെക്കുക? നദീനിക്ഷേപങ്ങൾ കുറവായിരിക്കും. നദീനിക്ഷേപങ്ങൾ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് എന്താണ്? നദീനിക്ഷേപങ്ങൾ കുറവായിരിക്കും. ഒരു പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? കായലുകൾ എന്ന് കാണപ്പെടുന്നത് എവിടെയാണ്? ഈ പടിഞ്ഞാറൻ തീരത്താണ്. ഇവിടെയാണ് എന്ത്? ഡെൽറ്റയൊക്കെ കാണപ്പെടുന്ന കിഴക്കനാണ്. അപ്പൊ നമുക്ക് പറയാണ് പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ സവിശേഷതകളാണ് നദീനിക്ഷേപങ്ങൾ കുറവായിരിക്കും, എന്താണ്? പിന്നെന്താണ് പറയുന്നത്? കായലുകൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ പടിഞ്ഞാറൻ തീരസമതലത്തെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. ജസ്റ്റ് ഫിഗർ കാണിച്ചു തരാം, പഠിച്ചു വെക്കേണ്ടതാണ്. കണ്ടോ? ഗുജറാത്ത് തീരം, അതേപോലെ കൊങ്കൺ തീരം, പിന്നെ എന്തുണ്ട്? മലബാർ തീരം. ഇങ്ങനെ 3ആയിട്ടാണ് എന്തിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? നമ്മുടെ ഇന്ത്യൻ തീരസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇനി കിഴക്കനാണെങ്കിലോ എങ്ങനെയൊക്കെയാണ്? കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാസസും എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? കോറമാൻഡൽ തീരവും വടക്കൻ സിർക്കാസസും. ഇനി എന്തൊക്കെയാണ് ഓരോന്നൊന്നും പഠിക്കാം. ഗുജറാത്ത് തീരസമതലം എവിടെ മുതൽ എവിടം വരെയാണ് ഗുജറാത്ത് തീരസമതലം വരുന്നത്? റാൻ ഓഫ് കച്ച് ചതുപ്പ് പ്രദേശവും കച്ച് സൗരാഷ്ട്ര മേഖലയുടെ തീരപ്രദേശങ്ങളും ദാമൻ ദിയു, നാഗ്ര നഗർ ഹവേലി കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് ഗുജറാത്ത് തീരസമതലം. അപ്പൊ എവിടെ മുതലാണ്? റാൻ ഓഫ് കച്ച് മുതൽ എവിടം വരെ? ഈ പറയുന്ന ദാമൻ ദിയും ദാദ്ര നഗർ ഹവേലിയൊക്കെ ഉൾപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് എന്ത്? ഗുജറാത്ത് തീരസമതലം. സബർമതി, മാഹി തുടങ്ങിയ നദികളുടെ എക്കൽ നിക്ഷേപ ഫലമായാണ് ഈ തീരസമതലം രൂപപ്പെടുന്നത്. സബർമതിയും മാഹിയും. ഓക്കെ, ഇനി എന്താണ്? ചെറുതും വലുതുമായ ദ്വീപുകൾ, ഉപദ്വീപുകൾ, കടലെടുക്കുകൾ, ചതുപ്പ് നിലങ്ങൾ, വേലിയേറ്റ ചാലുകൾ, കുന്നുകൾ തുടങ്ങിയവ ഈ മേഖലയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്.
കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരവും. അപ്പൊ എന്താണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നതാണെന്ത്? അലാങ് കടൽ തീരം. പരുത്തിത്തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂറത്ത്, വഡോദരയും മത്സ്യബന്ധന ഹാർബറായ എന്താണ് വെരാവലും ചരിത്ര പ്രാധാന്യമുള്ള ദണ്ഡി കടപ്പുറവും നിരവധിയായ ഉപ്പുപാടങ്ങളും എല്ലാം ഗുജറാത്ത് തീരസമതലത്തിലെ ജനജീവിതത്തിന്റെ അടയാളപ്പെടുത്തലുകളാണ്. അലാങ് തീരത്തെ കപ്പൽ പൊളിക്കൽ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന് പറയുന്നത് അലാങ് ആണ്. അലാങ്. ഓക്കെ, അപ്പൊ ഇനി റാൻ ഓഫ് കച്ച് എന്താന്ന് പറയാണ്. ഇന്ത്യ പാക് അതിർത്തി പ്രദേശമായ കച്ചിലെ ഒരു ലവണ ചതുപ്പ് നിലമാണ് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത്. റാൻ ഓഫ് കച്ച് നമ്മൾ എവിടെയും പഠിച്ചിട്ടുണ്ട്, മരുഭൂമി പഠിച്ചപ്പോഴും നമ്മൾ പഠിക്കുന്നുണ്ട്. ഗുജറാത്തിൽ ഭാഷയിൽ റാൻ എന്നാൽ മരുഭൂമി എന്നാണ് അർത്ഥം. മഴക്കാലങ്ങളിൽ വെള്ളക്കെട്ടുകളായി രൂപപ്പെടുന്ന ഇവ മഴ മാറുന്നതോടെ വരണ്ട ലവണ മരുഭൂമിയായി മാറുന്നു. വെളുത്ത ഉപ്പുമണൽ നിറഞ്ഞ റാൻ ഓഫ് കച്ച് ഒരു ലവണ മരുഭൂമിയാണ്. ഏകദേശം 26,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ ചതുപ്പ് നിലത്തിന് ഗ്രേറ്റർ റാൻ, ലിറ്റിൽ റാൻ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട്. ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും. അപ്പൊ റാൻ ഓഫ് കച്ചിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ്, ഗ്രേറ്റർ റാനും ലിറ്റിൽ റാനും. നവംബർ മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന റാൻ ഉത്സവം ഇവിടുത്തെ ആഘോഷമാണ്. ചതുപ്പ് നിലമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഗുജറാത്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്? കൊങ്കൺ തീരമാണ് അല്ലെ. ഗുജറാത്ത് തീരസമതലത്തിന്റെ തെക്ക് ദാമൻ മുതൽ ഗോവ വരെ വ്യാപിച്ചിരിക്കുന്നതിനെയാണ് കൊങ്കൺ തീരം എന്ന് പറയുന്നത്. ദാമൻ മുതൽ ഗോവ വരെ ഏകദേശം 500 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം. പശ്ചിമഘട്ട മലനിരകൾ ഈ തീരത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടെ തീരസമതലം ഇടുങ്ങിയതാണ്. ഉണ്ടോ? ഫിഗർ കാണിച്ചു തരാം. ഇവിടെയൊക്കെ എന്താണ് ഗുജറാത്ത് തീരം താരതമ്യേന നല്ല വീതിയുണ്ട്. പക്ഷെ ഇവിടെയാണ് എന്ത് വരുന്നത്? പശ്ചിമഘട്ട തീരം വരുന്നത്. പശ്ചിമഘട്ട ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ പശ്ചിമഘട്ട മലനിരകൾ വരുന്നതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? വീതി കുറവാണ്. ഇനി കൊങ്കൺ തീരത്തിന്റെ വടക്ക് ഭാഗം മണൽ നിറഞ്ഞ തീരങ്ങളും തെക്ക് ഭാഗം പാറക്കൂട്ടം നിറഞ്ഞ തീരവുമാണ്. അപ്പൊ എന്താണ്? കൊങ്കൺ തീരത്തിന്റെ രണ്ട് ഭാഗം പറയുകയാണ്. അതായത് ഇങ്ങനെ വന്നിട്ട് നമുക്കറിയാം എന്തുണ്ട്? ഇപ്പൊ ഇന്ത്യ ആണെങ്കിൽ ഇവിടെ മുതൽ ഇവിടം വരെയാണെന്ന് വെക്ക്. അപ്പൊ അതിന്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത് എന്താണ്? മുകൾ ഭാഗം. അവിടെ എന്താണ്? മണൽ നിറഞ്ഞ തീരങ്ങളാണ്. തെക്ക് ഭാഗം എന്ന് പറയുന്നത് റോക്കി കോസ്റ്റ്, അതായത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞതായിരിക്കും തെക്ക് ഭാഗം എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത്? ക്ലിഫുകൾ, ദ്വീപുകൾ, ബീച്ചുകൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിൽ ധാരാളം ബീച്ചുകളുണ്ട്. ധാരാളം മഴ ലഭിക്കുന്ന ആർദ്ര കാലാവസ്ഥ കൊങ്കൺ തീരസമതലത്തെ ജൈവ സമ്പന്നമാക്കുന്നു. ഓക്കെ, സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ. ഓക്കെ, ഇതും കൂടി വായിച്ചിട്ട് പറയാം. നവശേവ, മർമ്മഗോവ, മോർമുഗോവ എന്നാണ് തന്നിരുന്നത്, നമ്മൾ മർമ്മഗോവ എന്നാണ് പഠിക്കുന്നത്. നവശേവ, മർമ്മഗോവ തുടങ്ങിയ പ്രകൃതിദത്ത തുറമുഖങ്ങളും മാൽപേ മത്സ്യബന്ധന ഹാർബറും കപ്പൽ നിർമ്മാണശാലകളും ടൂറിസം കേന്ദ്രങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും എല്ലാം കൊങ്കൺ തീരത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോന്നിലെ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാം. ഇപ്പൊ ചോദിക്കാം മാൽപേ മത്സ്യബന്ധന ഹാർബർ സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നും പറഞ്ഞ് ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം, വടക്കൻ സിർക്കാസ് എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കുക മാൽപേ മത്സ്യബന്ധന തുറമുഖം, നവശേവ, മർമ്മഗോവ ഇതൊക്കെ എവിടെയാണ്? നമ്മുടെ കൊങ്കൺ തീരസമതലത്തിലാണ്. നെക്സ്റ്റ് ആണ് സെന്റ് മേരീസ് ദ്വീപിലെ കൽത്തൂണുകൾ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപേ തീരത്ത് നിന്ന് മാറി കടലിലായി സ്ഥിതി ചെയ്യുന്ന ജനവാസമില്ലാത്ത ചെറുദ്വീപാണ് എന്ത്? സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. ദ്വീപ് നിറയെ ഷഡ്ഭുജം, ഹെക്സഗൺ ആകൃതിയിലുള്ള കൽത്തൂണുകൾ പോലുള്ള പാറക്കൂട്ടങ്ങളാണ്. ഏകദേശം 88 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തു വന്ന ലാവ തണുത്തുറഞ്ഞു രൂപപ്പെട്ടവയാണ് ഇവ. ഓക്കെ, എന്താണ്? കോളുംനാർ ജോയിൻസ് എന്ന ജിയോളജിയ ശിലാമാതൃകയാണിത്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ്? ഷഡ്ഭുജ ശിലകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സെന്റ് മേരീസ് ദ്വീപിലാണ്. അതെവിടെയാണ്? കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ മാൽപ തീരത്ത് നിന്ന് മാറി എന്താണ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറുദ്വീപാണ് എന്ത്? സെന്റ് മേരീസ് ദ്വീപ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് മലബാർ തീരം, നമ്മുടേതല്ലേ. എന്താണ്? മംഗലാപുരം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചിരിക്കുന്ന മലബാർ തീരം ഏകദേശം 580 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. ഒക്കെയാണല്ലോ. കൊങ്കൺ തീരത്തിന്റെ ദൈർഘ്യം ഇവരിവിടെ 500 കിലോമീറ്റർ. കൊങ്കൺ തീരം 500 ആണ്.
അതേപോലെ ഗുജറാത്ത് തീരം എത്രയായിരുന്നു? ഗുജറാത്ത് തീരം പറഞ്ഞത് കിലോമീറ്റർ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഗുജറാത്ത് തീരത്തിന്റെ? ഓക്കെ, ഗുജറാത്ത് തീരം പറഞ്ഞില്ല, ടോട്ടൽ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ കൊങ്കൺ തീരം പറഞ്ഞിട്ടുണ്ട് 500 ആണെന്നുള്ളതും നമ്മുടെ ഏതാണ് മലബാർ തീരം എന്ന് പറയുന്ന 580 കിലോമീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ക്ലിഫുകൾ, കടൽ സ്തംഭങ്ങൾ, ബീച്ചുകൾ, അഴിമുഖങ്ങൾ, പൊഴികൾ തുടങ്ങിയ നിരവധി തീരഭൂരൂപങ്ങൾ മലബാർ തീരത്തും കാണാം. ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? കായലുകൾ. വേമ്പനാട്ട് കായലിൽ പ്രധാനമാണ്. ഇവിടെ കായലുകളും തടാകങ്ങളും കനാലുകളും വഴി ബന്ധിപ്പിച്ച് ജലഗതാഗതം സാധ്യമാക്കുന്നുണ്ട്. അതായത് കായലുകളും തടാകങ്ങളും എന്നാണ് കനാലുകൾ വഴി ബന്ധിപ്പിച്ചിട്ട്. ഇനി കോട്ടപ്പുറം മുതൽ, ഏറ്റവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാണ്. ഇതാണ് നാഷണൽ വാട്ടർ വേ 3. ഇപ്പൊ എന്ത് ചെയ്ത് കോട്ടപ്പുറത്ത് നിന്ന് കോഴിക്കോടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ തീരങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു. ഇവിടെ ക്ലിഫ് പോലുള്ള ഭൂരൂപങ്ങളും കാണപ്പെടാം. അല്ലെ, വർക്കല ക്ലിഫ് നമ്മൾ കേട്ടിട്ടുണ്ട്. മുഴുപ്പിലങ്ങാടി, ചാവക്കാട്, കോവളം തുടങ്ങിയ ബീച്ചുകൾ ധാരാളം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നവയാണ്. പൊതുവെ തീരപ്രദേശത്തെ തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളാണ്. കടലുണ്ടി, കുമരകം, പാതിരാമണൽ തുടങ്ങിയ പക്ഷി സങ്കേതങ്ങൾ ദേശാടന പക്ഷികൾക്ക് സംരക്ഷണം നൽകുന്ന ഇടങ്ങളാണ്. നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും അടങ്ങുന്ന നെല്ലറകളും നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകളും തീരദേശ ജനതയുടെ സാമ്പത്തിക പ്രവർത്തന കേന്ദ്രങ്ങളാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വ്യാപ്തം ഒക്കെയാണ് നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനിയിപ്പോ നമുക്ക് എന്താണ് പഠിക്കേണ്ടത്? കിഴക്കൻ തീരസമതലം പഠിക്കണം. അപ്പൊ പടിഞ്ഞാറൻ തീരസമതലത്തിന് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? വ്യാപ്തി കുറവാണ്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ്. അത് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം. നെക്സ്റ്റ് ആണ് കിഴക്കൻ തീരസമതലം. പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനും, അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ബംഗാൾ ഉൾക്കടൽ, ഇവിടെ എന്തുണ്ട്? പൂർവ്വഘട്ടമുണ്ട്, ഇവിടെയാണ് പശ്ചിമഘട്ടം വരുന്നത്. ഇതിനിടയ്ക്കുള്ളതാണ് എന്ത്? കിഴക്കൻ തീരസമതലം. വീതി കൂടിയ തീരസമതലമാണ്. ഇനി എന്താണ്? മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ ഏകദേശം 1800 കിലോമീറ്റർ നീളമുള്ള കിഴക്കൻ തീരസമതലം. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി തുടങ്ങിയ ഉപദ്വീപീയ നദികളുടെ നിക്ഷേപണ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് രൂപം കൊള്ളുന്നത്. ഇതൊരു ഉയർത്തപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞു താഴ്ത്തപ്പെട്ട തീരമാണെന്നുള്ളത്. അപ്പൊ കിഴക്കൻ തീരസമതലം എന്താണ്? ഉയർത്തപ്പെട്ട തീരമാണ്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി എന്നീ നദികളുടെ ഡെൽറ്റകൾ ഉൾപ്പെട്ടതാണ് ഈ തീരസമതലം. അപ്പൊ അതാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. ഡെൽറ്റ പ്രദേശം നമ്മൾ പഠിക്കുന്നതാണ്. ഇനി അതിനെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 2ആയിട്ടാണ് അല്ലെ. കിഴക്കൻ തീരസമതലത്തിന്റെ 2 വിഭാഗങ്ങളുണ്ട്. ഒന്ന് വടക്കൻ സിർക്കാസസ്. എന്താണെന്ന് നോക്കിക്കേ, എവിടെ മുതൽ എവിടം വരെയാണെന്ന്? മഹാനദി ഡെൽറ്റ മുതൽ കൃഷ്ണ ഡെൽറ്റ വരെ വ്യാപിച്ചിരിക്കുന്ന തീരസമതലമാണ് വടക്കൻ സിർക്കാസ് എന്ന് പറയുന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശം ഇതിൽ ഉൾപ്പെടുന്നു. ഒഡീഷയിൽ ഇത് ഉത്കൽ സമതലം എന്നും ആന്ധ്രയിൽ ഇത് ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു. അപ്പൊ പഠിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഉത്കൽ സമതലം. അതായത് നമ്മുടെ വടക്കൻ സിർക്കാസ് ഒഡീഷയിൽ അറിയപ്പെടുന്ന പേരാണ് ഉത്കൽ സമതലം. വടക്കൻ സിർക്കാസ് ആന്ധ്രയിൽ എന്താണ്? അത് ആന്ധ്രാ സമതലം എന്നും അറിയപ്പെടുന്നു. മുഖ്യമായും മഹാനദി, ഗോദാവരി, കൃഷ്ണ എന്നീ നദികളുടെ ഡെൽറ്റ നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ സമതല ഭാഗം. മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ചിൽക്ക തടാകം ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണ്. ആന്ധ്രയിലെ കൊല്ലേരു തടാകമാണ്. അപ്പൊ കൊല്ലേരു തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ആന്ധ്രയിലാണ്. മഹാനദിയിൽ എന്താണ്? മഹാനദി ഡെൽറ്റയ്ക്ക് തെക്കായിട്ടാണ് എന്ത്? ചിൽക്ക തടാകം വരുന്നത്. കിഴക്കൻ തീരത്തെ മറ്റൊരു പ്രധാന തടാകമാണ്. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരത്ത് എന്താണ്? തുറമുഖങ്ങൾ കുറവാണ്. വിശാഖപട്ടണവും മസൂലിപ്പട്ടണവുമാണ് പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ എന്ന് പറയുന്നത്. ശ്രീകാക്കുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകളും വിശാഖപട്ടണം, മസൂലിപ്പട്ടണം തുടങ്ങിയ മത്സ്യബന്ധന തുറമുഖങ്ങളും എവിടെയുണ്ട്? ഈ പറയുന്ന വടക്കൻ സിർക്കാസസിലുണ്ട്. ഇനി എന്താണ് നമുക്ക് പഠിക്കേണ്ടത്? കോറമാൻഡൽ തീരം. കൃഷ്ണ നദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ നീളുന്ന, വടക്കല്ല നമ്മുടെ തെക്ക് ഭാഗത്തല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ കൃഷ്ണ മുതൽ കന്യാകുമാരി വരെ നീളുന്ന തീരസമതലമാണ് എന്താണ്? കാവേരി നദി ഡെൽറ്റയും ഈ തീരസമതലത്തിന്റെ ഭാഗമാണ്. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഫലഭൂഷ്ടമായ ഡെൽറ്റ എക്കൽ മണ്ണ് കോറമാൻഡൽ തീരസമതലത്തെ നെൽകൃഷിക്ക് അനുയോജ്യമാകുന്നു. കോറമാൻഡൽ തീരത്തെ പ്രധാനപ്പെട്ട ഒരു തടാകമാണ് പുലിക്കാട്ട് തടാകം. ചോദിക്കാം, പുലിക്കാട്ട് തടാകം ഏത് തീരപ്രദേശത്താണ്? കോറമാൻഡൽ തീരമാണ്. പുലിക്കാട്ട് തടാകത്തിന്റെ തീരത്താണ് ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്.
പുലിക്കാട്ട് തടാകം, പോയിന്റ് കലൈമർ എന്നീ പക്ഷി സങ്കേതങ്ങൾ, പിച്ചാവാരം, കണ്ടൽക്കാടുകൾ തുടങ്ങിയവ ഈ തീരസമുദ്രത്തിലെ ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അപ്പൊ എന്തൊക്കെയാണ്? പുലിക്കാട്ട് തടാകം, പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം. പുലിക്കാട്ട് തടാകം എവിടെയാണ്? കോറമാൻഡൽ തീരത്താണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാർബറുകളാണ് പറയുന്നത് എന്തൊക്കെയാണ്? നാഗപട്ടണം, കടലൂര് എന്നിവ. ചെന്നൈ തീരത്തെ മറീന ബീച്ചും ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇനിയാണ് നമുക്ക് ദ്വീപുകളെ പറ്റി പഠിക്കാനുള്ളത്. ഓക്കെ, ലക്ഷദ്വീപ് അറബിക്കടലിലാണ് അല്ലെ. നമുക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപാണെങ്കിലോ അത് ബംഗാൾ ഉൾക്കടലിലുമാണ്. ഇനി അപ്പൊ ലക്ഷദ്വീപിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ്? കേരള തീരത്ത് നിന്നും ഏകദേശം 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപുകൾ പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ടവയാണ്. ഈ ദ്വീപുകൾക്ക് പൊതുവെ സമുദ്രനിരപ്പിൽ ഏതാനും മീറ്ററുകൾ മാത്രമേ ഉയരമുള്ളൂ. 36 ദ്വീപുകൾ ഉൾപ്പെടുന്ന ഈ ദ്വീപ സമൂഹത്തിന്റെ 10 ദ്വീപുകളിലാണ്. അപ്പൊ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് ലക്ഷദ്വീപ് ദ്വീപ സമൂഹത്തിൽ എത്ര ദ്വീപുകൾ ഉണ്ടെന്നുള്ളത്. എത്രയാണ്? 36 കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എവിടെയാണ്? ഏതാണ്? കവരത്തി. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനമാണ് കവരത്തി. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? ആന്ത്രോത്ത് ദ്വീപാണ് ഇവയിൽ ഏറ്റവും വലുത്. പവിഴജന്യ മണലുകൾ, ബീച്ചുകളും ലഗൂണുകളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പൊ എന്താണ് ലഗൂൺ എന്ന് പറഞ്ഞാൽ? കടൽ തീരങ്ങളിൽ മണൽത്തിട്ടകളാലോ പവിഴപ്പുറ്റുകളായോ കടലിൽ നിന്ന് വേർപെട്ട് കിടക്കുന്ന ആഴം കുറഞ്ഞ ജലാശയങ്ങളെയാണ് ലഗൂണുകൾ എന്ന് പറയുന്നത്. ലഗൂൺ ഉണ്ടോ? ഇനി നമ്മുടെ ലക്ഷദ്വീപിലെ മത്സ്യബന്ധനമാണ് പ്രധാന തൊഴിൽ. ഇവിടെ നിന്ന് ലഭിക്കുന്ന പ്രധാന മത്സ്യം എന്താണ്? ചൂര അല്ലെ. മത്സ്യം സംസ്കരിച്ച് വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ചൂര മത്സ്യം ഉണക്കിയെടുത്തുണ്ടാക്കുന്ന മാസ് ഇവിടുത്തെ എന്താണ്? ഏറെ പ്രസിദ്ധമായ ഒരു സംഭവമാണെന്ന്. തെങ്ങാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക വിള. കൊപ്ര നിർമ്മാണവും കയർ നിർമ്മാണവുമാണ് മത്സ്യബന്ധനത്തോടൊപ്പം ഉണ്ടാകുന്ന മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത്. ലഗൂണുകൾ, ബീച്ചുകൾ, പവിഴപ്പുറ്റുകൾ എന്നിവയെല്ലാം പ്രയോജനപ്പെടുത്തി അനുദിനം വികസിക്കുന്ന വിനോദസഞ്ചാരം ഇവിടുത്തെ ആധുനിക തൊഴിൽ മേഖലയാണ്. സ്ക്യൂബ ഡൈവിംഗ് പോലുള്ള സാഹസിക കാര്യങ്ങളും ഒക്കെ എന്തുണ്ട്? അവിടെയുണ്ട്. ഇനി എന്താണ് പവിഴപ്പുറ്റ് എന്ന് പറയുകയാണ്? കോറൽ പോളിപ്സ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സമുദ്രജീവികളുടെ മൃതാവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് എന്തുണ്ടാകുന്നത്? പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നത്. കോറലുകളുടെ സ്രവമായ കാൽസ്യം കാർബണേറ്റ് ആണ് പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളുന്നതിന് സഹായിക്കുന്നത്. അപ്പൊ എന്താണ്? കാൽഷ്യം കാർബണേറ്റ്. പവിഴപ്പുറ്റുകൾ രൂപം കൊള്ളാൻ സഹായിക്കുന്ന സാധനമാണ് എന്ത്? കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ചോദിക്കും കേട്ടോ, പവിഴപ്പുറ്റുകളിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. പവിഴപ്പുറ്റുകൾ രൂപപ്പെടുന്നതിന് 100 കണക്കിന് വർഷങ്ങൾ എടുക്കും. കടൽ നിരപ്പിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വത തലപ്പുകളിൽ പവിഴപ്പുറ്റുകൾ വളർന്നാണ് പവിഴ ദ്വീപുകൾ അഥവാ കോറൽ ഐലൻഡ്സ് ഉണ്ടാകുന്നത്. ജീവനുള്ള കോറൽ പൊളിപ്പുകൾ ഓറഞ്ച്, മഞ്ഞ, പച്ച എന്നിങ്ങനെ വിവിധ വർണ്ണങ്ങളിൽ കാണപ്പെടുന്നു. വിവിധ ഇനം മത്സ്യങ്ങളുടെയും സമുദ്രജീവികളുടെയും ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പറയുന്ന പവിഴപ്പുറ്റുകൾ. ഉഷ്ണമേഖലയിൽ തീരത്തോട് ചേർന്ന തെളിഞ്ഞ ജലമുള്ള താരതമ്യേന ആഴം കുറഞ്ഞ കടലുകളിലാണ് ഇവ വളരുന്നത്. ഇന്ത്യയിൽ ലക്ഷദ്വീപിനെ കൂടാതെ ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കച്ച്, തമിഴ്നാട്ടിലെ ഗൾഫ് ഓഫ് മാന്നാർ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ഒക്കെ എന്തുണ്ട്? പവിഴപ്പുറ്റുകൾ കാണാറുണ്ട്. അപ്പം നമുക്ക് ഈ ഫോട്ടോ നമ്മൾ ലക്ഷദ്വീപിലൊക്കെ പോകുന്ന വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാകും. അതായത് അവരിങ്ങനെ അവരുടെ കണ്ണിലോട്ടൊക്കെ സംഭവങ്ങളൊക്കെ വെച്ച് കൊടുത്ത് നമ്മൾ സഞ്ചാരികൾ എന്ത് ചെയ്യും? കടലിലേക്ക് ഇറക്കും. അപ്പം നമുക്കിങ്ങനെ വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ബോട്ടിൽ പോകുമ്പോൾ തന്നെ അവർക്ക് താഴെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പൊ താരതമ്യേന അവിടെ എന്താണ്? ആഴം കുറവാണ്. നെക്സ്റ്റ് ആണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത്. ഇവ അഗ്നിപർവ്വതജന്യ ദ്വീപുകളാണ്. ഈ ദ്വീപ സമൂഹത്തെ ആൻഡമാൻ ദ്വീപുകൾ, നിക്കോബാർ ദ്വീപുകൾ എന്നിങ്ങനെ വേർതിരിക്കുന്നുണ്ട്. വേർതിരിക്കുന്ന കടൽ ഭാഗം 10 ഡിഗ്രി ചാനലാണ്. അതായത് ആൻഡമാനുമുണ്ട് നിക്കോബാറുമുണ്ട്. അതിനെ വേർതിരിക്കുന്ന എന്താണ്? 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബാരൻ ദ്വീപ് നിക്കോബാർ ദ്വീപ സമൂഹമായി ഉൾപ്പെടുന്നു. ഏകദേശം 572 ചെറുതും വലുതുമായ ദ്വീപുകളിൽ 38 ദ്വീപുകളിലാണ് ജനവാസ കേന്ദ്രമുള്ളത്. അപ്പൊ ലക്ഷദ്വീപ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്? 36 ദ്വീപുകളിൽ 10 എന്തുള്ളത്? നമ്മുടെ ആൾ താമസമുള്ളത്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്? ഏകദേശം 572 ദ്വീപുകളുണ്ട്. അതിൽ 38 എണ്ണത്തിലാണ് എന്ത്? ആൾ താമസമുള്ളത്. ഇനി മിക്ക ദ്വീപുകളും തദ്ദേശീയ ഗോത്ര ജനവിഭാഗങ്ങളാണ് അധിവസിക്കുന്നത്. പോർട്ട് ബ്ലെയർ ആണ്
കേന്ദ്രഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന്റെ തലസ്ഥാനമാണ് എന്ത്? പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. അവിടുത്തെ ഏറ്റവും വലുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ആന്ത്രോത്ത് ആണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ആൻഡമാൻ നിക്കോബാറിലെ എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിന്റെ തലസ്ഥാനമാണ് എന്ത്? പോർട്ട് ബ്ലെയർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇന്ദിരാ പോയിന്റ് എവിടെയാണ്? ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ്. അപ്പൊ നമുക്കറിയാം ഇന്ത്യക്ക് ഇങ്ങനെ ഈ അറ്റം എന്ന് പറയുന്ന കന്യാകുമാരിയാണ്. നമ്മൾ ചോദിക്കുന്ന ഇന്ത്യയുടെ തെക്കേ അറ്റം ചോദിച്ചാൽ ആൻഡമാൻ, അതിന്റെ കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപും കൂടി ഉൾപ്പെടുന്ന എന്താണ്? ഇന്ദിരാ പോയിന്റ് ആണ്. മുകളിലാണെങ്കിൽ എന്താണ്? ഇന്ദിരാ കോൾ ആണ് അല്ലെ. പോയിന്റ് ഏറ്റവും അറ്റത്ത് കാണുന്ന പോയിന്റ് ആണ്. ഇന്ദിരാ പോയിന്റ് ആണ് ഏറ്റവും അറ്റത്ത് കാണുന്നത്. കോള്, മഴക്കോളൊക്കെ വരുന്ന എവിടെ നിന്നാണ്? മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇന്ദിരാ കോള് മുകളിലുമാണ്. 2004 സുനാമിയിൽ ഈ ഭാഗം 4 മീറ്ററോളം എന്ത് ചെയ്യുന്നുണ്ട്? കടലിൽ മുങ്ങിപ്പോകുന്നുണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ കണ്ടോ, ഇവിടെ ഈ 10 ഡിഗ്രി ചാനലാണ് എന്ത് ചെയ്യുന്നത്? ഇതാണ് ആൻഡമാൻ ദ്വീപ്, ഇതാണ് എന്ത്? നിക്കോബാർ ദ്വീപുകളും വരുന്നത്. ഓക്കെ, കണ്ടത് ഈ പോയിന്റ് ആണ് എന്ത്? ഇന്ദിരാ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നിക്കോബാർ ദ്വീപുകളിലെ ഗ്രേറ്റ് നിക്കോബാറിൽ എന്തുള്ളത്? ഇന്ദിരാ പോയിന്റ് വരുന്നത്. കാർ നിക്കോബാർ, നിക്കോബാർ ദ്വീപുകൾ, പിന്നെന്താണ്? ലിറ്റിൽ നിക്കോബാർ. ഇതൊക്കെയാണ് നിക്കോബാർ ദ്വീപുകൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? കാർ നിക്കോബാർ, ലിറ്റിൽ നിക്കോബാർ, ഗ്രേറ്റർ നിക്കോബാർ. ഇനി ആൻഡമാൻ ദ്വീപിലാണെങ്കിലോ എന്തൊക്കെയാണ്? നോർത്ത് ആൻഡമാൻ, മിഡിൽ ആൻഡമാൻ, ലോവർ ആൻഡമാൻ, പോർട്ട് ബ്ലെയർ അതിന്റെ ആസ്ഥാനം, ലിറ്റിൽ ആൻഡമാൻ. അവ തമ്മിൽ വേർതിരിക്കുന്നതാണ് എന്ത്? 10 ഡിഗ്രി ചാനൽ. മണൽ ബീച്ചുകൾ, പാറക്കെട്ടുകൾ, സമുദ്ര കമാനങ്ങൾ, ക്ലിഫുകൾ, വേലിയേറ്റ ചാലുകളാണ് ഇവിടുത്തെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി പവിഴപ്പുറ്റുകളും ബീച്ചുകളും ചുണ്ണാമ്പുകൽ ഗുഹകളുമെല്ലാം ആൻഡമാൻ നിക്കോബാറിലെ വിനോദസഞ്ചാരത്തിന്റെ കേന്ദ്രങ്ങളാണ്. ഇനിയാണ് നമ്മൾ തീരത്തുള്ള ഭൂരൂപങ്ങളെ പറ്റി പഠിക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഭൂപ്രദേശങ്ങളിലും വ്യത്യസ്തമായ ഭൂരൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വിവിധ ഭൂരൂപങ്ങൾ എങ്ങനെയൊക്കെയാണ്? കാറ്റ്, ഹിമാനി, നദികൾ എങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ഭൂരൂപങ്ങൾ വരാം. അതിന് ഓരോന്നിനെയും നമുക്ക് എന്തൊക്കെയാണെന്ന് പഠിക്കാൻ പോവുകയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗം, ഇവയാണ് എന്ത്? ക്ലിഫുകൾ എന്ന് പറയുന്നത്. വർക്കല ക്ലിഫ് നമുക്കറിയാം, ഇങ്ങനെ ഇരിക്കും. ഇവിടെയാണ് കടല്. ഇങ്ങനെ നല്ല ചെങ്കുത്തായിട്ടുള്ള ഉയരത്തിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ കരഭാഗത്തെയാണ് ക്ലിഫുകൾ. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാലയടിക്കുമ്പോൾ തീരശിലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടാറുണ്ട്. ഇതിന്റെ ഫലമായാണ് ചെങ്കുത്തായ കരഭാഗങ്ങൾ ഉണ്ടാകുന്നത്. അതിവയാണ് ക്ലിഫ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ തിരമാലകളുടെ അപരദന പ്രക്രിയയുടെ ഫലമായി തീരശിലകളിൽ ചെറുദ്വാരങ്ങൾ രൂപപ്പെട്ട ഇവ കാലക്രമേണ വലുതായൊരു ഗുഹകളായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, സമുദ്രത്തിലേക്ക് തള്ളി നിൽക്കുന്ന തീരശിലാഭാഗത്ത് തിരമാലയുടെ അപരദനം മൂലം ഇരുവശങ്ങളിൽ നിന്നും സമുദ്ര ഗുഹകൾ രൂപപ്പെടുന്നു. കാലക്രമേണ നിരന്തരമായ അപരദന പ്രക്രിയയുടെ ഇരുഗുഹകളും കൂടിച്ചേർന്ന കമാനാകൃതി കൈവരിക്കുന്നു. ഇതിനെയാണ് സമുദ്ര കമാനം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഉണ്ടാന്ന് നോക്കട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ഈ പിക്ചർ എന്ന് പറയുന്നത്. കണ്ടോ, ഇതാണ് ക്ലിഫ് എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചെങ്കുത്തായിട്ട് കാണപ്പെടുന്നു. ഇനി ഇതേപോലെ എന്താണ്? ഈ കല്ലിന്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഗുഹകൾ പോലെ ഉണ്ടാകും. അതാണ് സമുദ്ര ഗുഹ എന്നറിയപ്പെടുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ തിര അടിച്ചടിച്ചടിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെ ഫില്ലായിരിക്കും. ഇവിടെ നിന്ന് തിര അടിച്ചടിച്ച് ഇവിടെ നിന്നും കുഴി ഉണ്ടാകും. ഇവിടെ നിന്ന് തിര അടിക്കുമ്പോൾ ഇവിടെ നിന്നും കുഴി ഉണ്ടാകും. കുറെ നാൾ കഴിയുമ്പോൾ ഈ രണ്ടും കൂടി ജോയിൻ ചെയ്യത്തില്ലേ? അങ്ങനെ ജോയിൻ ചെയ്ത് എന്തുണ്ടാകുന്നത്? സമുദ്ര കമാനം ഉണ്ടാകുന്നത്. എന്ത്? സമുദ്ര കമാനം. ഓക്കെ, ഇനി അടുത്തതാണ് പറയാൻ വേണ്ടി പോകുന്നത്. സമുദ്ര കമാനങ്ങളുടെ മേൽക്കൂര ഭാഗം തുടർച്ചയായ അപരദനത്തിലൂടെ തകരുമ്പോൾ കടലിലേക്ക് തള്ളി നിൽക്കുന്ന കമാന ഭാഗം തീരത്ത് നിന്ന് വേർപെട്ട ഒരു തൂണ് പോലെ ബാക്കിയാകും. ഇവയാണ് സമുദ്രസ്തംഭം. കണ്ടോ, ഇതിങ്ങനെ കുറെ നാളിങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴേക്കും ഇവിടെ നിന്ന് ഒരു പോയിന്റ് അങ്ങ് കട്ടായി പോയി എന്ന് വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ഇത്രയും ഇങ്ങനെ ഒരു കൂണ് പോലെ അല്ലെ, ഒരു തൂണ് പോലെ ഇങ്ങനെ നിൽക്കും. അതിനെയാണ് സമുദ്ര സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിഫ് പറഞ്ഞു, സമുദ്ര ഗുഹ പറഞ്ഞു, സമുദ്ര കമാനം പറഞ്ഞു, സമുദ്ര സ്തംഭം പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം. തിരമാലയുടെ പ്രവർത്തന ഫലമായി വിവിധ നിക്ഷേപണ രൂപങ്ങളും ഉണ്ടാകാറുണ്ട്. അവയാണ് പറയാൻ വേണ്ടി പോകുന്നത്. വേലിയേറ്റ നിരപ്പിനും വേലിയിറക്ക നിരപ്പിനും ഇടയിൽ തിരമാലയുടെ നിക്ഷേപണ പ്രവർത്തനത്താൽ മണല്, ചരല് എന്നിവ അടിഞ്ഞ് രൂപപ്പെടുന്ന താൽക്കാലിക നിക്ഷേപമാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. താൽക്കാലിക നിക്ഷേപമാണ് ബീച്ച്. ഓക്കെ ആണല്ലോ.
ഉണ്ടോ? ചിലപ്പോൾ ഇതിങ്ങനെ എന്താണ് വേലിയേറ്റ നിരപ്പ് ഇങ്ങനെ വരും. അതെന്താ, വേലി ഇറങ്ങി കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഇവർ കൊണ്ടുവന്ന മണ്ണൊക്കെ അവിടെ അടിഞ്ഞടിഞ്ഞു പോകും. കടല് അതാണ് കുറെ ചിലപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ നമ്മളിപ്പോൾ ഒരു ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് ചിലപ്പോൾ ആ ബീച്ചിൽ പോകുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു മരമൊക്കെ ഉണ്ടാവും, അതൊന്നും കാണത്തില്ല. കാര്യം എന്താ, ബീച്ച് ചിലപ്പോൾ ഒന്നെങ്കിൽ കയറി വരും. ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പണ്ട് നിന്ന സ്ഥലം വരെയൊക്കെ എന്തായിരിക്കും, നല്ല തിരയായിരിക്കും. ചില സമയത്ത് എന്തായിരിക്കും, കടൽ ഭയങ്കര ഇറങ്ങിക്കിടക്കും, തിര ഇങ്ങനെ ബീച്ച് ഒത്തിരി നമ്മുടെ വീതി ഉള്ളതുപോലെ നമുക്ക് തോന്നും. അപ്പൊ ബീച്ച് എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, ഒരു താൽക്കാലിക നിക്ഷേപമാണ്, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ഓക്കെ, ഇനിയാണ് ഓരോന്നിന്റെ ലഘൂണം എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പോകുന്നത്. കടൽ തീരത്തിന് ഒരു മിനിറ്റ്. കടൽ തീരത്തിന് സമാന്തരമായി തിരമാലകളുടെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്ന താൽക്കാലിക മണൽത്തിട്ടകളാണ് എന്ത്, പൊഴി എന്ന് പറയുന്നത്. പൊഴിയും അഴിയും ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പൊഴി എന്ന് പറഞ്ഞാൽ എന്താണ്, കടൽ തീരത്തിന് സമാന്തരമായിട്ട് തിരമാലകളുടെ നിക്ഷേപ ഫലമായി ഉണ്ടാകുന്ന താൽക്കാലികമായ ഒരു മണൽത്തിട്ടയെ പറയുന്ന പേരാണ് പൊഴി. കരയിൽ നിന്നും കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന മണൽത്തിട്ടകളാണ് എന്താ, മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ നീണ്ടു നിൽക്കും, അതിനെയാണ് മണൽ നാക്കുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ലഗൂൺ കണ്ട, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടിച്ചേർന്ന് ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വന്ന സാധനം എന്ത് ചെയ്യും, കുറെ നാൾ കഴിയുമ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇവിടെ മണ്ണൊക്കെ വന്ന് നടക്കും. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കും, അതിനെയാണ് നമ്മൾ ലഗൂൺസ് എന്ന് പറയുന്നത്. ഇനിയാണ് അവിടുത്തെ കാലാവസ്ഥയെ പറ്റി പറയുകയാണെ. മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷമായ കാലാവസ്ഥയാണ് തീരപ്രദേശങ്ങൾ അനുഭവപ്പെടുന്നത്. ഉഷ്ണമേഖലയിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ മിതമായ കാലാവസ്ഥയാണ്. ഇവിടെ അത്യുഷ്ണമോ അതിശൈത്യമോ അനുഭവപ്പെടാറില്ല. സമുദ്ര സാമീപ്യമാണ് ഇതിന് കാരണം. നമുക്കറിയാം, നമുക്ക് അങ്ങനെ പറയത്തക്ക വിധം ഇപ്പൊ നോർത്തിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഭയങ്കര ചൂടായിരിക്കും എന്ന് പറയും, അല്ലെങ്കിൽ എന്താണ് ഈ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഭയങ്കര തണുപ്പാണെന്ന് പറയും. ഇപ്പൊ ഇന്ത്യയുടെ അങ്ങേ അറ്റത്ത് ഹിമാലയ പർവ്വതത്തിലേക്ക് ഭയങ്കര തണുപ്പായിരിക്കില്ലേ, പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് എന്താണ് അത്ര ചൂടോ അത്ര തണുപ്പോ നമുക്ക് അനുഭവപ്പെടാറില്ല. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് സമുദ്ര സാമീപ്യമാണ്. കരയും കടലും വ്യത്യസ്തമായാണ് സൂര്യതാപത്തോട് പ്രതികരിക്കുന്നത്. കര പെട്ടെന്ന് ചൂടാകുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും. അപ്പോൾ കടൽ സാവധാനത്തിൽ ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയാണ് കടൽക്കാറ്റും കരക്കാറ്റും രൂപം കൊള്ളുന്നത്. കടൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കടലിൽ നിന്ന് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇപ്പൊ കടൽക്കാറ്റ്, കരക്കാറ്റ്, പർവ്വതക്കാറ്റ്, താഴ്വരക്കാറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. കടൽക്കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, കടലിൽ നിന്ന് കരയിലോട്ടായിരിക്കും. ആ കാറ്റിന്റെ പേരെന്താണോ അതായിരിക്കും അതിന്റെ ഉത്ഭവസ്ഥാനം. കരക്കാറ്റാണെങ്കിലോ കരയിൽ നിന്ന് കടലിലോട്ടായിരിക്കും വീശുന്നത്. പർവ്വതക്കാറ്റാണെങ്കിലോ പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലോട്ടായിരിക്കും. താഴ്വരക്കാറ്റാണെങ്കിൽ താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലോട്ടായിരിക്കും. ഈ കാറ്റുകൾ തീരപ്രദേശ ദിനാന്തരീക്ഷ സ്ഥിതി മിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. ഇതേ പറയാണ് കടൽക്കാറ്റും കരക്കാറ്റും എന്താണെന്നുള്ളത്. തീരപ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിൽ കരവേഗം ചൂടുപിടിക്കുന്നു. ഇതുമൂലം കരഭാഗത്തെ വായു മുകളിലേക്ക് ഉയരുകയും ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കടലിൽ താരതമ്യേന ചൂട് കുറവും ഉച്ചമർദ്ദവുമായിരിക്കും. അതിനാൽ ഉച്ചമർദ്ദമുള്ള കടലിൽ നിന്ന് ന്യൂനമർദ്ദമായ കരയിലേക്ക് വായു പ്രവഹിക്കുന്നു. ഇതാണ് കടൽക്കാറ്റ്. കണ്ടോ, കടലിൽ നിന്ന് കരയിലോട്ട്. നമുക്കറിയാം എപ്പോഴും എന്താണ്, മർദ്ദം കൂടുതലുള്ളിടത്ത് നിന്ന് കുറവുള്ളിടത്തേക്കായിരിക്കും വരുന്നത്. അപ്പൊ കടൽ നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ കര നന്നായിട്ട് ചൂട് പിടിക്കുമ്പോൾ അവിടുത്തെ വായു എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. അപ്പൊ ഇവിടെ എന്തായി, വേക്കന്റ് ആയി. അപ്പൊ എന്ത്, സ്വാഭാവികമായിട്ട് ഇവിടുത്തെ തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വീശിക്കൊണ്ടേയിരിക്കും. ഇതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. കരക്കാറ്റാകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. കര എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടോ, ഇതിന് വിപരീതമായി രാത്രി കാലങ്ങളിൽ കരപ്രദേശത്ത് ചൂട് താരതമ്യേന വേഗത്തിൽ കുറയും, ഉച്ചമർദ്ദം രൂപപ്പെടും. ഓക്കെ, എന്നാൽ കടലിൽ കരയേക്കാൾ താരതമ്യേന ചൂട് കൂടുതലായിരിക്കും. രാത്രിയാകുമ്പോൾ കര അങ്ങ് തണുക്കുമ്പോഴേക്കും കരയുടെ മുകളിലുള്ള വായുവൊക്കെ എന്താ നല്ല തണുത്തിരിക്കുമായിരിക്കും. പക്ഷെ കടലിൽ അപ്പോഴും എന്തുണ്ടാകും, ചൂട് കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും കടലിലെ വായു മുകളിലേക്ക് പോവുകയും കരയിൽ നിന്ന് കാറ്റ് കടലിലോട്ട് വീശുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പേര് വെച്ചിട്ടാണ് നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണെന്നുള്ള കാറ്റാണെന്ന് തീരുമാനിക്കുന്നത്. കരക്കാറ്റാണെങ്കിൽ കരയിൽ നിന്ന് കടലിലോട്ട്, കടൽക്കാറ്റാണെങ്കിൽ കടലിൽ നിന്ന് എങ്ങോട്ട്, കരയിലോട്ടുമാണ്. മൺസൂൺ കാറ്റുകളാണ് തീരപ്രദേശ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ ആകമാനം മഴ പെയ്യിക്കുന്നത്. പഠിക്കേണ്ടതാണ്. നമ്മൾ മരുഭൂമി പറഞ്ഞപ്പോഴും പറഞ്ഞു, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് ഇന്ത്യയിൽ മൊത്തത്തിൽ മഴ പെയ്യിക്കാൻ റീസൺ എന്ന് പറയുന്നത്.
മൺസൂൺ കാറ്റുകൾ ആദ്യം എത്തുന്നത് ദ്വീപിലും തീരങ്ങളിലുമാണ്. അറബിക്കടലിലൂടെ എത്തുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ പശ്ചിമഘട്ട നിരകളിൽ തട്ടി എന്ത് ചെയ്യുന്നുണ്ട്, പടിഞ്ഞാറ്, അതായത് നമ്മുടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുവാണ്, ഇവിടെ ഒരു മലയുണ്ട് അല്ലെ, ഇവിടെ നിന്ന് ഇങ്ങനെ കാറ്റങ്ങ് അടിച്ചു വരുമ്പോഴേക്കും ഈ മല എങ്ങനെ തടഞ്ഞു നിർത്തും, സ്വാഭാവികമായിട്ടും ഇത് എന്ത് ചെയ്യും, ഇവിടെ തന്നെ അത് മഴയായിട്ട് അങ്ങ് പെയ്യും. കിഴക്കൻ തീര സമതലങ്ങളിൽ കോറമാൻഡൽ തീരത്ത് മഴ ലഭിക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ്. മൺസൂൺ കാറ്റുകളുടെ പിൻവാങ്ങൽ കാലമാണിത്. ഏതാണ്? ഒക്ടോബർ നവംബർ മാസം പിൻവാങ്ങൽ കാലയളവിൽ കേരളത്തിലും മഴ ലഭിക്കുന്നുണ്ട്. ഇതിനെയാണ് തുലാവർഷം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് മണ്ണ് പറയുകയാണ്. നദികളുടെയും തിരമാലകളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന നിക്ഷേപണ മണ്ണാണ് തീരപ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത്. നമുക്കറിയാം, മണൽ നിറഞ്ഞ മണ്ണും മഞ്ഞയും ചുവപ്പ് നിറമുള്ള ലാറ്ററൈറ്റ് മണ്ണും എന്തുണ്ട്, കറുത്ത മണ്ണും ജൈവാംശം കൂടിയ പീറ്റ് മണ്ണും എവിടെ കാണുന്നുണ്ട്, പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. കിഴക്കൻ തീരപ്രദേശങ്ങളിൽ കൂടുതലായിട്ടും എന്താണ്, എക്കൽ മണ്ണാണ്. ചിലയിടങ്ങളിൽ മാത്രമാണ് ചെങ്കൽ മണ്ണും കറുത്ത മണ്ണും കാണപ്പെടുന്നത്. പഠിക്കേണ്ട പോയിന്റ് ആണ്. കൊങ്കൺ ഗുജറാത്ത് തീരപ്രദേശം എന്തൊക്കെയുണ്ട്, കറുത്ത മണ്ണുണ്ട്, തീരദേശ എക്കൽ മണ്ണുണ്ട്, ലവണ മണ്ണുണ്ട്. കൊങ്കൺ തീരത്ത് എന്തുണ്ട്, കറുത്ത മണ്ണ്, ലാട്രൈറ്റ് മണ്ണ്. മലബാർ തീരത്താണെങ്കിലോ എക്കൽ മണ്ണ്, പീറ്റു മണ്ണ്. കിഴക്കൻ തീരപ്രദേശത്തിൽ തീരദേശ എക്കൽ മണ്ണും ഡെൽറ്റ മണ്ണും എക്കൽ മണ്ണുമാണ്. ലക്ഷദ്വീപിലാണെങ്കിൽ പവിഴ മണൽ മണ്ണാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണെങ്കിൽ എന്താണ്, സമുദ്രജന്യ മണൽ മണ്ണും എക്കൽ മണ്ണുമാണ്. നെക്സ്റ്റ് ആണ് സസ്യജാലങ്ങൾ പറയുകയാണ്. ഉഷ്ണമേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനാലും സമുദ്ര സാമീപ്യവും മൂലം ഇന്ത്യയുടെ തീരദേശങ്ങളിൽ കാലാവസ്ഥയും ഏറെക്കുറെ സമാനമാണ്. അതിനാൽ സസ്യജാലങ്ങൾക്കും എന്താണ്, സമാനതകളുണ്ട്. വരണ്ട തീരദേശ സസ്യങ്ങളുമുണ്ട്, ആർദ്ര തീരദേശ സസ്യങ്ങളുമുണ്ട്. തീരമണൽ പരപ്പുകളിലെ സസ്യങ്ങൾ, തീരദേശ പാറക്കെട്ടുകളിലെ സസ്യങ്ങളെയാണ് വരണ്ട തീരദേശ സസ്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ആർദ്ര തീരദേശ സസ്യങ്ങൾ? കണ്ടൽക്കാടുകൾ, ഇങ്ങനെ ആർദ്രതയുള്ളിടത്ത്, ചതുപ്പുള്ളിടത്ത്, ലവണ ചതുപ്പ് നിലങ്ങളിലെ സസ്യങ്ങൾ, കടൽ പായലുകൾ, കടൽ സസ്യങ്ങൾ, കോറൽ സസ്യങ്ങളൊക്കെ എന്താണ്, ആർദ്ര തീരദേശ സസ്യങ്ങളാണ്. തീരസമതലങ്ങളിലെ മിക്ക പ്രദേശങ്ങളും വ്യാപകമായി കൃഷിഭൂമികളായി മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിനാൽ സ്വാഭാവിക സസ്യജാലങ്ങളെക്കാൾ കൂടുതലായി തെങ്ങ്, വാഴ, നെല്ല്, പച്ചക്കറികളൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ തീരത്തിന്റെ ശ്വാസകോശം. ഉഷ്ണമേഖലാ തീരങ്ങളിൽ സാധാരണയായി വളരുന്ന ലവണജലം ചതുപ്പ് സസ്യങ്ങളാണ്. ലവണജല ചതുപ്പ് സസ്യങ്ങളാണ് കണ്ടലുകൾ എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ്, ഇന്ത്യയിൽ ഏകദേശം 380 കിലോമീറ്ററോളം തീരപ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ട്. പശ്ചിമ ബംഗാൾ തീരത്തെ ഗംഗാ ഡെൽറ്റ പ്രദേശമായ സുന്ദർബൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളാണ്. അപ്പൊ ഏതാണ്, സുന്ദർബൻ ഡെൽറ്റയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട് എന്ന് പറയുന്നത്. കണ്ടലുകൾ വിവിധയിനം മത്സ്യങ്ങളുടെയും മറ്റ് ജലജീവികളുടെയും പ്രജനന കേന്ദ്രങ്ങളാണ്. കൂടാതെ വിവിധ ജീവിവർഗങ്ങൾക്ക് ആവാസ കേന്ദ്രവുമാണ് കണ്ടൽക്കാടുകൾ എന്ന് പറയുന്നത്. ചുഴലിക്കാറ്റ്, സുനാമി തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കണ്ടലുകൾ തീരദേശത്തെയും ജനങ്ങളെയും സംരക്ഷിക്കുന്നു. തീരദേശ ആവാസ വ്യവസ്ഥയുടെയും നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് കണ്ടലുകൾ. കണ്ടലുകളുടെ സംരക്ഷണമായിട്ട് ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനമായിട്ട് ആചരിക്കുന്നു. കഴിഞ്ഞ നമ്മുടെ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്നതാണ് കണ്ടൽ ദിനം എന്നാണ്. ജൂലൈ 26 അന്താരാഷ്ട്ര കണ്ടൽ ദിനം. ധാതു നിക്ഷേപം. ഇന്ത്യയിൽ തീരപ്രദേശങ്ങളിൽ വ്യാവസായികമായി മൂല്യമുള്ള ധാരാളം ലോഹ ധാതുക്കളുടെ നിക്ഷേപമുണ്ട്. ഏതൊക്കെയാണ്? ഇരുമ്പയിര്, മാംഗനീസ്, ബോക്സൈറ്റ് തുടങ്ങിയവയാണ് തീരപ്രദേശത്ത് കാണപ്പെടുന്ന ധാതുക്കൾ. കൂടാതെ ആണവീന്ധനമായ യുറേനിയം വേർതിരിച്ചെടുക്കാവുന്ന മോണോസൈറ്റ് പോലുള്ള അപൂർവ ധാതുക്കളും തീരദേശ കരിമണലിൽ കാണപ്പെടുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ ചവറ, അതേപോലെ തന്നെ ഒഡീഷയിലും തമിഴ്നാട്ടിലും ഒക്കെ എന്താണ്, ഇത്തരം കരിമണൽ കാണാറുണ്ട്. മോണോസൈറ്റ് നിക്ഷേപമാണ്. ഇനി അടുത്ത പറയുന്നത് ജനസംഖ്യയും ജനജീവിതവുമാണ്. ജനസംഖ്യാ വിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ മിക്കതും അനുകൂലമായതിനാൽ ഇന്ത്യൻ തീരദേശം എന്താണ്, ജനനിബിഡവും ജനസാന്ദ്രതവുമാണ്. മിതമായ കാലാവസ്ഥ, കൃഷിക്കും ഗതാഗത വികസനത്തിനും അനുയോജ്യമായ സമതല ഭൂപ്രകൃതി, കൃഷി, മത്സ്യബന്ധനം, ടൂറിസം തുടങ്ങിയ തൊഴിൽ സാധ്യതകൾ, ജലലഭ്യത, ധാതു നിക്ഷേപം, വ്യവസായം എന്നിങ്ങനെയുള്ള ഘടകങ്ങൾ തീരസമതലങ്ങളെ ജനനിബിഡമാക്കുന്നു. ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ ഡൽഹി ഒഴികെ മറ്റു 3 എന്താണ്, തീരസമതലങ്ങളാണ് അല്ലെ. മെട്രോ നഗരങ്ങളിൽ പറയുന്നത് മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഒക്കെ എന്താണ്, തീരസമതലങ്ങളിലാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടിയ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ് എന്ന് പറയുന്നത്. എന്നാൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ജനസാന്ദ്രത വളരെ കുറവുമാണ്.
സാമ്പത്തിക പ്രവർത്തനങ്ങൾ പറയുകയാണ്. നമുക്കറിയാം കൃഷിയായിരിക്കും മെയിനായിട്ട്. കൃഷി ഉണ്ടാവും, മത്സ്യബന്ധനവും ഉണ്ടാകും. കൂടാതെ എന്താണ്, ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ, കപ്പൽ നിർമ്മാണം, മത്സ്യ സംസ്കരണം, ഉപ്പ് നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളും എവിടെയുണ്ട്? തീരദേശത്തുണ്ട്. തീരദേശങ്ങളിൽ ഏറെ സാധ്യതകളുള്ളതും അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു തൊഴിൽ മേഖലയാണ് വിനോദസഞ്ചാരം. ഓക്കെ, പിന്നെ തുറമുഖങ്ങളെ പറ്റിയാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുകയാണ് തീരദേശങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന്. ഇത്രയും നേരം നമ്മൾ തീരദേശത്തിന്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു. ഇനി എന്താണ് വെല്ലുവിളികളെ പറ്റി പറയുകയാണ്. മനുഷ്യവാസത്തിന് അനുയോജ്യമായ ഭൂപ്രകൃതി, സുഖകരമായ കാലാവസ്ഥ, ജലലഭ്യത, കൃഷി, വ്യവസായം തുടങ്ങിയ നിരവധി സാധ്യതകളുള്ള പ്രദേശമാണ് തീരദേശം. ഏറെ അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴും തീരദേശവും തീരദേശ ജനജീവിതവും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്? സുനാമി, കൊടുങ്കാറ്റ്, കടൽ സംബന്ധമായ പ്രകൃതി ദുരന്തങ്ങളും ആഗോള കാലാവസ്ഥാ മാറ്റത്തിന്റെ ഫലമായി സമുദ്ര ജലനിരപ്പ് ഉയരുന്നതും കടൽക്ഷോഭവും തീരം കടൽ എടുക്കുന്നതും ഇതെല്ലാം എന്താണ്? തീരദേശത്തെ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. പ്രകൃതിയുടെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് തങ്ങളുടെ സാമൂഹ്യ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് തീരദേശ ജനത നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട തീരദേശങ്ങളിൽ വരുന്ന മാറ്റങ്ങളും പ്രകൃതി ദുരന്ത സാധ്യതകളും കൃത്യമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വേണ്ട മുന്നറിയിപ്പ് നൽകണം. അപ്പൊ മെയിനായിട്ട് പറയുന്നത് എന്താണ്? ഈ തീരദേശത്തെ ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ പറ്റിയാണ് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇതോടുകൂടി ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്